നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ, നമ്മൾ ഇന്ന് ഗ്രീൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് CBSE സ്റ്റുഡൻസിൻ്റെ 10ാം ക്ലാസ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏതാണ് ആ ചാപ്റ്റർ? എൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടെന്നാലും നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ ചിലവരുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ പിടിച്ചിരിക്കുകയായിരിക്കും, ചിലവരുടെ ഒരു നോട്ട് ബുക്ക് കൈ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? നമ്മൾ ഇന്ന് തൊട്ട് നമ്പേഴ്സിൻ്റെ കളി ആരംഭിക്കുകയാണ്. റിയൽ നമ്പേഴ്സ്. എന്താണ് അപ്പോൾ ഈ റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും നാളായിട്ട് കുറേ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് ഒരു വലിയൊരു സെറ്റ് ഉണ്ടാക്കിയാൽ ആ സെറ്റിനെ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് താഴെ ക്രെഡിൽ നിന്ന് തന്നെ വരാം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. നമ്മളിപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്പേഴ്സിനെ 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ എപ്പോഴാണ് പഠിച്ചത്? പണ്ട് എപ്പോഴാണ് നമ്മൾ പഠിച്ചത്? പക്ഷേ അതെന്തായിരുന്നു? ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഓഡ് നമ്പേഴ്സിന് ഈവൻ നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ ഒന്ന് പെട്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ ആ ഒരു ലെവൽ, ആ ഒരു സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യാൻ ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, എനി നമ്പർ ഡിവിസിബിൾ ബൈ 2 വിത്തൗട്ട് ലീവിങ് എനി റിമൈൻഡർ. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന രീതിയിൽ ഏത് നമ്പർ ഉണ്ടോ അവനൊക്കെ നമുക്കൊരു ഈവൻ നമ്പറായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ ഈവൻ നമ്പർ അല്ലാത്ത ഏതൊരു നമ്പർ ആണെങ്കിലും ഓഡ് നമ്പറാണ്. അതായത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ, റിമൈൻഡർ 0 അല്ല എന്നുണ്ടെങ്കിൽ അവനൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും ഒരുമിച്ച് നമ്മൾ എടുത്താൽ അതിന് നമ്മൾ എന്ത് പറയും? നമ്മൾ അതിന് മുന്നേ പഠിച്ചൊരു കാര്യം, ഈവൻ നമ്പേഴ്സിനെയും ഓഡ് നമ്പേഴ്സിനെയും പഠിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? എണ്ണാൻ. 1, 2, 3 നമുക്ക് ഏറ്റവും മാത്തമാറ്റിക്സിൽ ഏറ്റവും ആവശ്യം ഉള്ള സംഭവം എന്താണെന്ന് എൻ്റെ അടുത്ത് ആരും ഒന്ന് ചോദിച്ചാലും ഞാൻ പറയും അത് കൗണ്ടിങ് നമ്പേഴ്സ് ആണെന്ന്, നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന്. കൗണ്ടിങ് നമ്പേഴ്സ് അഥവാ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങ് തുടങ്ങി അങ്ങ് ഇൻഫിനിറ്റി വരെ കിടക്കുകയാണ്. ഈ ഒരു സെറ്റിൻ്റെ കൂടെ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന ഒരു സെറ്റിൻ്റെ കൂടെ നമ്മൾ പുതിയൊരാളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, പുതിയൊരാളെയും കൂടെ തള്ളി കയറ്റാൻ പോവുകയാണ്. അവനാണ് മറ്റാരുമല്ല, ഒരു വലിയ വട്ട 0 വരികയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ 0നെ നമ്മൾ ബാക്കി നാച്ചുറൽ നമ്പേഴ്സിനെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെറ്റിനെ നമുക്ക് എന്ത് പറയാം? ഹോൾ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും അല്ലേ, ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു നമ്പർ ലൈൻ പോലെ നമ്മളിതിനെ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചു. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇവിടെ 0, പിന്നെ ബാക്കി ശേഷം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെ അങ്ങ് പോവുക. ഓക്കെ, ഞാനും പണ്ട് ഇങ്ങനെ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ. അപ്പം നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 1 ഡയമെൻഷണൽ ലൈനാണല്ലേ, ഒറ്റ ഡയറക്ഷനിലോട്ട് നീട്ടി പിടിച്ച് പോകുന്ന ഒരു ലൈനാണല്ലേ നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് വിചാരിച്ചു. എന്നാൽ ഞാൻ വിചാരിച്ചത് തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് തൊട്ടടുത്ത ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചു. നിങ്ങൾക്കും അറിയാം, ഇങ്ങോട്ടുമുണ്ട് ആ വര, അത് ഇങ്ങോട്ടങ്ങ് നീണ്ടു പോവുകയാണ്. അവിടെ ആരാ ഉള്ളത്? -1, -2 തുടങ്ങി അങ്ങനെ നീണ്ടു പോവുക അല്ലേ. അപ്പോൾ -1, -2, -3 അങ്ങനെ പോവുകയാണ്. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ആരാ? നമ്മുടെ 0 ഉണ്ട്. 0നും കൂടെ കൂട്ടി നമ്മൾ എന്ത് പറയും? ഇൻറ്റീജേഴ്സ് എന്ന് പറയും അല്ലേ, ഇൻറ്റീജേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇതുവരെ, എന്തൊക്കെ റിവൈസ് ചെയ്തു? പുതിയതായിട്ട് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, എല്ലാം നമുക്ക് അറിയാനുള്ള സാധനങ്ങൾ നമ്മൾ പൊടി തട്ടി എടുക്കുകയാവുന്നല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിലുള്ളത്? -1, -2, -3 തുടങ്ങിയ നമ്മുടെ റിയൽ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? നമ്പേഴ്സിൻ്റെ സൈസ് കുറച്ചൊന്ന് കൂടിപ്പോയി, നമുക്ക് അതിനൊന്ന് വെട്ടിക്കുറച്ചാലോ. റിയൽ ആണെന്ന് നമുക്കറിയാം, അത് മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാം. ഈ ലൈൻ ഇവിടെ നിന്ന് അങ്ങ് പോകുന്നു, ട്രെയിൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. -1, -2, -3 എന്ന് അങ്ങ് നീട്ടിപ്പിടിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂട്ടി എല്ലാം പറയും, എന്ത് പറയും? ഇൻറ്റീജേഴ്സ് എന്ന് പറയും അല്ലേ. ഇനി ഇതിൻ്റെ ഇടയിലായിട്ട് ഓരോരോ ഗ്യാപ്പ് ഉണ്ടല്ലേ. ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഗ്യാപ്പ് സെയിം അല്ല എന്നൊക്കെ തോന്നും, പക്ഷേ ഓരോ നമ്പറിൻ്റെ ഇടയിൽ 0, 1, 2, 3 അതിൻ്റെ ഇടയിലൊക്കെ ഏകദേശം സെയിം ആയിട്ടുള്ളൊരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എംപ്റ്റി ആണോ? അവിടെ ആരും ഇല്ലേ? അവിടെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം. എന്താണ് അവിടെ ഉള്ളത്?
സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഡെസിമൽസ് എന്ന് പറയും അല്ലേ. ഡെസിമൽസ് ഇപ്പോൾ 0-ൻ്റെയും 1-ൻ്റെയും നടുക്ക് ഒറ്റ നടുക്കായിട്ടുള്ളത് ഏതാ? 0.5 എന്ന് നമുക്ക് പറയാൻ പറ്റും. 0.5. അതേപോലെ 1-ൻ്റെയും 2-ൻ്റെയും ഒത്ത നടുക്കായിട്ടുള്ള നമ്പർ അത് ഏതാ എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം 1.5 അല്ലേ. ഇതേപോലെ തന്നെ 0.5-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പറുണ്ട്. ഏതാ? അതിൻ്റെ ഒത്ത നടുക്കായിട്ട് വരുന്നത് 0.75. ഇതേപോലെ തന്നെ അങ്ങ് ദശലക്ഷം, ഒരു 100 കോടി അതിന് മേലെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം നമ്പേഴ്സ് നമ്മുടെ ഈ നമ്പർ ലൈനിലുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഇപ്പം ഞാനിവിടെ പറഞ്ഞതും ഇവിടെ ഞാനിപ്പോൾ എഴുതാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു എല്ലാ നമ്പേഴ്സിനെയും കൂടെ കൂട്ടി നമുക്ക് ഒരൊറ്റ പേര് പറയാം. ആ പേരാണ് എന്ത്? റാഷണൽ. കൂടെ പറഞ്ഞോ, റാഷണൽ നമ്പേഴ്സ്. യെസ്, റാഷണൽ നമ്പേഴ്സ്. ഫൈൻ. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിൽ? ഞാൻ ഒന്നിൻ്റെ പേര് എടുത്ത് എഴുതുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള സംഭവമാണ്. എന്താണ്? 0 ഉൾപ്പെടുന്ന ഹോൾ നമ്പേഴ്സ് ഉണ്ട്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എന്തും വരും? നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇടയ്ക്കുള്ള ഡെസിമൽസ് ഉണ്ട്. ആ ഡെസിമൽസും പിന്നെ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഇടയിലും ഡെസിമൽസ് ഉണ്ട്. ഏതാ? ഇപ്പോൾ 0-നും -1-നും ഇടയ്ക്കുള്ള ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ എന്ത് പറയും? ഒത്ത നടുക്കുള്ള ഡെസിമൽ നമ്പറിനെ. ഇവിടെ 0.5 ആണെങ്കിൽ ഇവിടെ അതേ ഡിസ്റ്റൻസിന് ഇപ്പുറത്ത് വരുന്നു എന്ത്? -0.5. അതേപോലെ തന്നെ ബാക്കി പല നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ശരി, എന്നാൽ റാഷണൽ നമ്പേഴ്സ് ഇങ്ങനത്തെ എല്ലാ നമ്പേഴ്സും നമുക്കറിയാനുള്ള നമ്പേഴ്സ് തന്നെയാണ്. ഇനി ഇവിടെ റാഷണൽ നമ്പേഴ്സ് ഒന്ന് ഞാൻ ഇവിടെ ഒത്ത നടുക്കൊരു വര വരച്ചിട്ട് ഞാൻ ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഗ്യാപ്പ് ഞാൻ എന്തിനായിരിക്കും വിട്ടേക്കുന്നത്? റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? കൂടെ പറഞ്ഞോ, എന്താണ്? ഇർറാഷണൽ നമ്പേഴ്സ്. യെസ്, ഇർറാഷണൽ നമ്പേഴ്സ്. അടിപൊളി. ഓക്കെ, അപ്പോൾ റാഷണൽ നമ്പേഴ്സായി, ഇർറാഷണൽ നമ്പേഴ്സായി. ഇനി ഞാൻ ആക്ച്വലി ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു സംഭവമാണ്. ജസ്റ്റ് ഇതുമായിട്ട് ബന്ധമുള്ള നമ്പേഴ്സ് തന്നെയാണ്, ഒരു നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനതൊന്ന് സൂചിപ്പിച്ചേക്കാം. എന്താണ് ഈ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് 1 തൊട്ട് 10 വരെയുള്ള പ്രൈം നമ്പേഴ്സ് പറയാൻ പറ്റുമോ? ഒന്നൊന്ന് പറഞ്ഞു നോക്കിയേ. എന്താ ഏറ്റവും ലോവസ്റ്റ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2 അല്ലേ. 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. പിന്നെ അങ്ങ് പോയാൽ പിന്നെ ഏതാ വരുന്ന? 2 കഴിഞ്ഞിട്ട് 3 വരുന്നുണ്ടല്ലേ. 2, 3, പിന്നെ ഏതാ? 5 ഉണ്ടോ? പ്രൈം നമ്പർ ആണോ? അതെ, 5 പ്രൈം നമ്പർ ആണ്. എന്താണ് ഈ പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫാക്ടേഴ്സ് എന്താണെന്ന് ഒന്നറിയണം. കാരണം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ ആ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും കിട്ടാത്ത നമ്പർ, റിമൈൻഡർ ഒന്നും തരാത്ത നമ്പർ. നേരത്തെ നമ്മൾ പറഞ്ഞു 2 വെച്ച് എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നല്ലേ. 2 വെച്ച് എല്ലാ ഈവൻ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്ന നമ്പർ എല്ലാ ഈവൻ നമ്പേഴ്സിൻ്റെയും ഒരു ഫാക്ടറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. 2 ഫാക്ടേഴ്സ് എന്താ? ഒന്ന്, എല്ലാ പ്രൈം നമ്പേഴ്സിൻ്റെയും എല്ലാ നമ്പേഴ്സിൻ്റെയും ഒരു കോമൺ ആയിട്ടൊരു ഫാക്ടറുണ്ട്. ഏതാണെന്ന് അറിയും? ഏത് നമ്പർ? നിങ്ങൾ മനസ്സിലൊരു നമ്പർ വിചാരിച്ചേ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്രയോ ആൾക്കാരെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ നമ്പർ വിചാരിച്ചേ. ആ ഏത് നമ്പറിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു ഫാക്ടർ 1 ആയിരിക്കും. നമ്പർ 1, ഏറ്റവും ആദ്യത്തെ നമ്പർ 1. ആ നമ്പർ 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ എവറി നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. നിങ്ങൾ ഏതൊരു നമ്പർ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചില്ലേ? ഇപ്പോൾ 5 എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 5 എന്ന് പറയുന്നത് നമ്പർ 5ൻ്റെ തന്നെ ഒരു ഫാക്ടറാണ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ 7 എന്ന് വിചാരിക്കുന്നു. 7ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 7 തന്നെയാണ്. ഓക്കെ, അതേപോലെ ഇപ്പോൾ 10 എന്ന് വിചാരിക്കുന്നു. 10 നമ്പർ 10 എന്ന് പറയുന്നത് 10ൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ ഏതൊരു നമ്പറിനാണെങ്കിലും മിനിമം 2 ഫാക്ടേഴ്സാണ്. ഏതാണ്? ഒന്ന് നമ്പർ 1, പിന്നെ
ആ നമ്പർ സ്വയം തന്നെ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ള എന്താണ് ഫാക്ടേഴ്സ്? ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു നമ്പറിനെ വേറൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും റിമൈൻഡർ 0 തരുന്ന നമ്പേഴ്സാണ് ഇപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഫാക്ടേഴ്സ് വെറും രണ്ട് ഫാക്ടേഴ്സ് മാത്രമുള്ളതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, 10 വരെയുള്ള പ്രൈം നമ്പേഴ്സിനെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? അറിയായിരിക്കും, മിക്കവർക്കും ഏകദേശം അറിയായിരിക്കും. 2, 3, 5, 7 വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. 2, 3, 5, 7 ഇത്രയാണ് 10 വരെയുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ 100 വരെയുള്ളതാണെങ്കിലും കുറച്ചത് കടുത്ത് പോയല്ലേ. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ചിലവർക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഇതെല്ലാവരും ഏകദേശം അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണമാണ്, ഒരു ഫാക്റ്റാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നമ്മുടെ സ്കൂൾ സിലബസിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാംസിനും സൈമിൾട്ടേനിയസ്ലി പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വളരെ അധികമാണ്. നിങ്ങൾ അതിന് കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാട്ടിയും ഒരു അപ്പർ ഹാൻഡ് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഫാക്ടർ അറിയാമെങ്കിൽ അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പ്രൈം നമ്പേഴ്സ് 1 to 0 to 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. ഞാൻ പറയുന്നു, ഇതിനെ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമാണോ? ഓക്കെ, ചുമ്മാ ഒരു പടം, എല്ലാവരും പടം വരച്ച് വലിയ പിക്കാസോ ആവണമെന്നൊന്നുമല്ല, ജസ്റ്റ് ഒരു പടം വരയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു പടം വരച്ച് നമുക്ക് പ്രൈം നമ്പേഴ്സ് 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ഒരു ഡൗട്ട് വേറെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് നമ്മുടെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞതാണ്. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും? കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അതായത് 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സിനെ നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ശരി, അത് പ്രൈം നമ്പേഴ്സും ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു പാർട്ടാണ്, ഹോൾ നമ്പേഴ്സിൻ്റെ പാർട്ടാണ്. അങ്ങനെ അപ്പോൾ റാഷണൽ നമ്പേഴ്സായി, ഇറാഷണൽ നമ്പേഴ്സും ആയി. റാഷണൽ നമ്പേഴ്സ് എന്താണ്? ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെയും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഈ നമ്പർ ലൈൻ നമ്മൾ വരച്ചില്ലേ, ഈ 2, 3, 5, 7 അല്ല, എന്താ 2 ഇതാ കിടക്കുന്നു, 3 ഇതാ കിടക്കുന്നു. ഇതേപോലെ എല്ലാ നമ്പേഴ്സും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഈ ഇതിലെ ഏതൊരു നമ്പറിനെയും, ഇപ്പോൾ ഞാൻ ഈ വരച്ച് കാണിച്ചേക്കുന്ന ഏതൊരു നമ്പറിനെയും നിങ്ങൾക്ക് P/Q ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ P/Q ഫോർമാറ്റ്? ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. 1/2 എന്ന് പറയുന്നത് P/Q ഫോർമാറ്റിലാണോ? ഇതിനെക്കാട്ടിയും വലിയ ക്ലിയർ ആയിട്ടൊരു എക്സാമ്പിൾ ആർക്കും തരാൻ പറ്റത്തില്ലല്ലേ. P/Q ഫോർമാറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആയിട്ട് നോക്കിയാൽ തന്നെ അറിയാം 1/2 എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് P/Q ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ 1 എന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്പർ 1 എന്ന് പറയുന്നത് P/Q ഫോർമാറ്റിലാണോ? അതെ. എല്ലാ ഇൻറ്റിജറും 0 ഇൻക്ലൂഡിങ് എല്ലാ ഇൻറ്റിജറും നമുക്ക് 1/1 എന്ന് എഴുതാൻ പറ്റും. ആ നമ്പറിന് തൊട്ട് താഴെ ഇപ്പോൾ 1ന് ശേഷം നമ്മളിതാ ഇപ്പോൾ 2 എടുത്തു എന്ന് വിചാരിക്കുക. 2/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് P/Q ആണ്. അത് ഈ നമ്പറിൻ്റെ വാല്യൂ ബാധിക്കുന്നില്ല. 2/1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. 1/1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 0/1 എന്ന് പറഞ്ഞാൽ അത് 0 തന്നെയാണ്. അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. 0/1 എന്ന് പറയുന്നത് 0 തന്നെയാണ്. ഏതൊരു ഇൻറ്റിജറിനെയും നമുക്ക് ഇങ്ങനെ P/Q ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് അപ്പോൾ ഒരു ടേം എന്താണെന്നും കൂടെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇതിലോട്ട് കടക്കാം. എന്താണ് അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന, ഇതൊക്കെ ഇടിച്ച് നിൽക്കുന്ന ടേംസാണ്. നമ്മൾ ഡെസിമൽസിനെ കുറിച്ച് പറഞ്ഞു, 0.5, 1.5 ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇടിച്ചങ്ങ് നിൽക്കുകയാണ്, അങ്ങോട്ട് അധികം ഒന്നും പോകുന്നില്ല. 0.5 എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിന് കൂടുതലും ഇല്ല കുറവുമല്ല. ഇതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയും. എന്താണ്? ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതാ ഒന്ന് ഇവിടെ ഓരോ പേരായിട്ടൊന്ന് എഴുതിയേക്കാം. ഇത്രയും വളവൊന്നും വേണ്ട, ഇവനിതാ വെറും ഇത്രയും വളവ് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്താണെന്നും കൂടെ ഒന്ന് എഴുതിയേക്കാം. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിടെ പോയി നിന്നു. ഇനി അങ്ങോട്ട് അധികം ഒന്നും പോകാനില്ല.
1 എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ്, 0 എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ്, -1 എന്ന് പറയുന്ന ഒരു ടെർമിനേറ്റിംഗ് നമ്പറാണ്, 0.5 എന്ന് പറയുന്ന ടെർമിനേറ്റിംഗ് നമ്പറാണ്. അതേപോലെ തന്നെയുള്ള ഏത് നമ്പർ ഇപ്പോൾ 0.12567 ഓക്കെ നിന്ന് കഴിഞ്ഞു അവിടെ. ഇതിനപ്പുറത്തോടെ ആ നമ്പർ പോകുന്നില്ലെങ്കിൽ അതൊരു ടെർമിനേറ്റിംഗ് നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ടെർമിനേറ്റിംഗ് നമ്പേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ. ഇതേപോലെ സിമിലറായിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടെർമിനേറ്റിംഗ് അല്ലാത്തതോ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. അടുത്ത ലൈനിൽ അങ്ങ് എഴുതാം. നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു നമ്പർ പറഞ്ഞു, ഓക്കെ 5, പിന്നെ 6, ഓക്കെ അടുത്ത 7, 8, പിന്നെ ഞാൻ പറയാം 9, പിന്നെ 7, പിന്നെ 2, പിന്നെ 1, അങ്ങനെ അങ്ങ് പോവുക. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്നേ ഇല്ല. ഇതാണ് നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് പറയാൻ നമ്മൾ ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടി വരും. എന്താണ് ആ ചോദ്യം? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്, ഡെസിമലിന് ശേഷം റിപ്പീറ്റ് പോകുന്ന നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവിടെയാണ് നമ്മൾ അടുത്തൊരു വാക്ക് കേൾക്കുന്നത്, റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റീഒക്കറിങ് അഥവാ റെക്കറിങ് നമ്പേഴ്സ്. ഓക്കെ, റെക്കറിങ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ് റെക്കറിങ്? ഞാനൊരു എക്സാമ്പിൾ പറയാം. 1.121212 ഇങ്ങനെ 1212 എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1.12 ബാർ. കാരണം ഈ ഒരു ബാർ തന്നെയാണ്, ഈ ഒരു കട്ട തന്നെയാണ് പിന്നെ 12, പിന്നെ 12 അങ്ങനെ ഒരു ബാർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം? റീഒക്കറിങ് അഥവാ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് അഥവാ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയാം. മക്കളെ ശ്രദ്ധിക്കുക, ടെർമിനേറ്റിംഗ് ആണെങ്കിൽ എല്ലാ ടെർമിനേറ്റിംഗ് നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആവും. പക്ഷേ നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അവിടെ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് നമ്പേഴ്സാണ് റാഷണൽ നമ്പേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നാച്ചുറലായിട്ട് ചിന്തിച്ചു, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് നമ്പേഴ്സ് എന്താണ്? ഇറാഷണൽ നമ്പേഴ്സാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് അല്ലാതെ വരുന്ന എന്ത് നമ്പേഴ്സാണെങ്കിലും നിൽക്കുന്നുമില്ല. ഇതിപ്പോൾ 7 പോയിൻറ്റ് റിപ്പീറ്റും ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതാ ഈ 5.6789 അങ്ങനെ പോകുന്ന പോലെ ഇപ്പോൾ 7.8952 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന നമ്പേഴ്സൊക്കെ ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് നമ്പേഴ്സാണ്. ഓക്കെ, ഇങ്ങനെ ഈ റാഷണൽ നമ്പേഴ്സും ഒരു കൂട്ടം ഇറാഷണൽ നമ്പേഴ്സും ഒരു കൂട്ടം റാഷണൽ നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിയൽ നമ്പേഴ്സിനെ കിട്ടും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ആ വലിയ സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമ്മൾ കൂടുതലായിട്ടൊക്കെ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്താണ് ഈ P/Q ഫോർമാറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് നമ്പേഴ്സിനെയും അല്ലാതെ ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്ന ഈ ഡെസിമൽസിനെയൊക്കെ റാഷണൽ നമ്പേഴ്സിലോട്ട് നമുക്ക് P/Q ഫോർമാറ്റിലോട്ട് ആക്കണ്ടേ? അതൊക്കെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പച്ച വെള്ളം പോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ കിടന്ന് ഉറങ്ങുമ്പോഴേ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടി എണീച്ച് ഉത്തരം പറയുന്ന രീതിയിൽ സെറ്റാക്കി തരാം. ഓക്കെ, അതിനൊന്നും ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ഇറാഷണൽ നമ്പേഴ്സ് നമുക്കങ്ങനെ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റത്തില്ല. കാരണം അത് നിൽക്കണ്ടേ, നിന്നാലല്ലേ എവിടെയെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ബാക്കി ഇതിൻ്റെ കൺവേർഷനും പിന്നെ അത് വെച്ച് ചെയ്യാനുള്ള അരിത്തമെറ്റിക് പ്രോബ്ലംസ് എല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ നമ്മൾ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, എന്താണ് അതിന് ഡെഫിനിഷൻ, കുറച്ച് എക്സാമ്പിൾസ്, പിന്നെ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ അവസാനം നമ്മളെത്തി എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്നുള്ളത്. ബാക്കി റാഷണൽ നമ്പേഴ്സ് നമുക്ക് ബേസിക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 0, പിന്നെ അവിടെ നിന്ന് തുടങ്ങി നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, പിന്നെ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ ചേരുമ്പോൾ ഇൻറ്റീജേഴ്സ്, പിന്നെ പ്രൈം നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഫാക്ടേഴ്സിൻ്റെ കാര്യം ചുമ്മാ ഒന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് പറഞ്ഞു. എന്താണ് ഫാക്ടേഴ്സ്? ഒരു നമ്പറിനെ ഇപ്പോൾ നമ്മൾ 5 എന്നെടുക്കുക, അല്ലെങ്കിൽ ഒരു 55 എന്നെടുക്കുക. 55നെ ഏതൊക്കെ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നുണ്ട് എങ്കിൽ ആ നമ്പേഴ്സൊക്കെ 55 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് സംഭവം.
അതിൻ്റെ കൂടുതൽ ഡെഫിനേഷനൊക്കെ നമുക്കിനി HCF LCM അങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്. ഒന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. നമുക്കിപ്പോൾ ഇത്രയും പഠിച്ചത് മാത്രം നമുക്ക് നോക്കിപ്പോയാൽ മതി. ഇനി ഞാൻ വിചാരിക്കുന്നു ചെറിയ ബ്രേക്ക് നമുക്ക് എടുക്കാം അല്ലേ? ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കാം, എനിക്കും കുറച്ച് വെള്ളം കുടിക്കാം, നിങ്ങൾക്കും വെള്ളം കുടിക്കാം. വീട്ടിൽ പോയി ഇപ്പോൾ ചോറ് കഴിക്കുന്ന സമയമാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചോറിൻ്റെ കൂടെ എന്താണ് കറിയെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി എന്താണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. അതൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട, എല്ലാം പറഞ്ഞ് സിമ്പിളാക്കി ക്ലിയറാക്കി കയ്യിൽ തരാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് പോയിട്ട് ഷടപടയെന്ന് പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വാ. ഓക്കെ, ഞാനിവിടെ റെഡി ആയിരുന്നു. ശരി എന്നാൽ.